അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മലയാളത്തിൽ ഒരു പുതിയ അക്ഷരം പഠിക്കാൻ പോവാണ്. ഇന്ന് മുതൽ സ്വരാക്ഷരങ്ങൾ തുടങ്ങാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാരാ? ഇതാണ് അമ്മ. എന്താണ്? അമ്മ. ഇതാരാ? അമ്മ. അമ്മ കുറച്ച് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്താ കാരണം എന്നറിയില്ല അല്ലേ? ചിലപ്പോൾ പഠിക്കാഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ പഠിക്കാതിരുന്നാൽ അമ്മ നിങ്ങളോട് ദേഷ്യപ്പെടാറില്ലേ? ഈ അമ്മ കുറച്ച് ദേഷ്യത്തിലാണ്. നിങ്ങൾ പഠിക്കാതിരിക്കലുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് അല്ലേ? ഇതാരാണ്? അമ്മ. അപ്പൊ അമ്മ എന്നെങ്ങനെ എഴുതുക? ഇതാ ഇങ്ങനെ. ആ മ അമ്മ. എന്താണ്? അമ്മ. ആ മ അമ്മ. ഈ നീല കളറിൽ എഴുതിയ അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. ഈ നീല കളറിൽ എഴുതിയ മലയാള അക്ഷരം ഏതാണ്? ആ. ആ മ അമ്മ. ആ അമ്മ. ഈ അക്ഷരം ഏതാണ്? അമ്മ. കണ്ടോ അക്ഷരം എങ്ങനെ എഴുതുക? ഇങ്ങനെ. കണ്ടോ? അത് ഇതുപോലെ നിങ്ങളെ പാരൻസിനോട് വരച്ച് തരാൻ പറയാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൈയായിട്ട് എഴുതി നോക്കുക, അല്ലെങ്കിൽ പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ എഴുതി നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് എഴുതിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. അപ്പൊ ഇത് ഏതാണ് അക്ഷരം? ആ. ഏതാണ്? ആ. ആ അമ്മ. എന്താണ്? ആ അമ്മ. അമ്മ. എൻ്റെ കൂടെ വായിച്ചേ. അമ്മ. ഈ നീല കളറിലുള്ള അക്ഷരം ഏതാണ്? ആ. ഈ നീല കളറിലുള്ള മലയാള അക്ഷരം ഏതാണ്? ആ. അമ്മ. ഈ ആ എന്നുള്ള അക്ഷരം എടുത്താൽ അമ്മ എന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇപ്പം അമ്മ എന്നുള്ള ലെറ്റർ മാത്രമേ ഉള്ളൂ. ഈ ആ എന്നുള്ള അക്ഷരം വെച്ചാലാണ് അമ്മ എന്ന് വായിക്കുക. എന്താണ്? അമ്മ. ആ അമ്മ. ആ അമ്മ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാരാണെന്നറിയോ? അച്ഛൻ. എന്താണ്? അച്ഛൻ. നമ്മൾ മുമ്പ് അമ്മയെ കണ്ടുല്ലേ? അച്ഛൻ എന്ന് പറയുമ്പോഴും ആദ്യ മലയാള അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. അപ്പൊ നമുക്ക് അച്ഛൻ എന്ന് മുഴുവനായിട്ട് എഴുതി നോക്കിയാലോ? ആ എന്നുള്ള അക്ഷരം നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചാ. ഈ ചാ കൂടി വെച്ചപ്പോ ഛ എന്നായി. അച്ഛ. എന്താ വായിക്ക? അച്ഛൻ. എന്താ വായിക്ക? അച്ഛൻ. ആ ആ അച്ഛൻ. ഇതാരാണ്? അച്ഛൻ. അച്ഛൻ എന്ന് എഴുതുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. ആ അച്ഛൻ. അച്ഛൻ. എന്താ വായിക്ക? അച്ഛൻ. ഈ അക്ഷരം എടുത്ത അച്ഛൻ എന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? ഛൻ ആയിട്ടുള്ളൂ. ഈ അക്ഷരം വെച്ചാലാണ് അച്ഛൻ എന്ന് വായിക്കുക. എന്താണ്? അച്ഛൻ. എന്താണ്? അച്ഛൻ. എൻ്റെ കൂടെ വായിച്ചേ. അച്ഛൻ. ആ അച്ഛൻ. ഇപ്പൊ നമ്മള് ആ കൊണ്ട് അമ്മ പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? അച്ഛൻ. ആ അച്ഛൻ. ആ അച്ഛൻ. ആ ച അച്ഛൻ. ആ അച്ഛൻ. എന്നിങ്ങനെ എഴുതുക. ദാ ഇതുപോലെ. കണ്ടോ? കണ്ടോ? ആദ്യം റാ പകുതി എഴുതുക. പിന്നെ നമ്മൾ മാത്സിൽ 3 പഠിച്ചിട്ടുണ്ടാവൂലേ? ആ 3 എഴുതുക. എന്നിട്ട് ഉള്ളിലൂടെ വന്ന് താഴോട്ട് വരിക.
വീണ്ടും ഒരു റാ വരച്ച് ഉള്ളിലൊരു വട്ടിട്ടാൽ എന്തായി? ആ എന്നുള്ള അക്ഷരമായില്ലേ? എങ്ങനെയാണ്? ഇതാ കണ്ടോ, ആ. ഇത് ഏത് മലയാള അക്ഷരമാണ്? ആ. ആ അച്ഛൻ, ആ അച്ഛൻ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാരാണ്? ആ, ഇതൊരു അണ്ണാനാണ്. എന്താണ്? അണ്ണാനില്ലേ? അണ്ണാരക്കണ്ണൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? മരത്തിലൂടെ ചിൽ 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 എന്ന ശബ്ദമൊക്കെ ഉയർത്തി പോകുന്ന അണ്ണാരക്കണ്ണൻ. കണ്ടോ, അണ്ണാരക്കണ്ണന്റെ കയ്യിലൊരു ഫ്രൂട്ട് ഉണ്ട്, ആപ്പിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതെന്താണ്? അണ്ണാൻ. അപ്പൊ അണ്ണാൻ എന്ന് എഴുതുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ്? ആ. ഏതാണ്? ആ. ആ, അണ്ണാൻ. അപ്പൊ അണ്ണാൻ എന്ന് മുഴുവനായി എഴുതി നോക്കിയാലോ? അണ്ണാന്നായിട്ടോ. അതിനൊരു ദീർഘചിഹ്നം ഇട്ട് കൊടുത്താല് അണ്ണാ എന്നായി. അണ്ണാൻ. ഇപ്പൊ എന്താ വായിക്ക? അണ്ണാൻ. അണ്ണാൻ. എന്താ വായിക്ക? അണ്ണാൻ. ആ അണ്ണാൻ. കണ്ടോ, നല്ല ചിരിച്ചിരിക്കണ ഒരു അണ്ണാനെ കണ്ടോ? അണ്ണാൻ എന്ന് എഴുതുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. ഈ നീല കളറിലുള്ള മലയാള അക്ഷരം ഏതാണ്? ആ. ആ അണ്ണാൻ. അണ്ണാൻ എങ്ങനെ എഴുതുക? ഇതാ കണ്ടോ, അണ്ണാൻ. ആ. ആ അണ്ണാൻ. എൻ്റെ കൂടെ വായിച്ചേ, ആ അണ്ണാൻ. ഈ അക്ഷരം ഏതാണ്? ആ. ഏതാണ്? ആ. കണ്ടോ, നല്ല നീല കളറില്ലേ? ആ അണ്ണാൻ. ആ. കണ്ടോ? ആ. ആ. ആ അണ്ണാൻ. ഇപ്പൊ അണ്ണാന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ ആ എന്നുള്ള അക്ഷരം ഇവിടെ വെച്ച് കൊടുത്താലാണ് അണ്ണാൻ എന്ന് വായിക്കാൻ പറ്റുള്ളൂ അല്ലേ? ആ അണ്ണാൻ. ഇപ്പൊ നമ്മൾ ആ കൊണ്ട് എന്തൊക്കെയാ പഠിച്ചോ? ആ അമ്മ, ആ അച്ഛൻ, ആ അണ്ണാൻ. അണ്ണാൻ. കണ്ടോ, അണ്ണാൻ. ആ. കണ്ടോ, ആ എന്നുള്ള അക്ഷരം കണ്ടോ? ആ. ആ. ആ അണ്ണാൻ. കറുപ്പ് കളറിലുള്ള ഈ അക്ഷരം ഏതാണ്? ആ. അണ്ണാൻ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താ? ഇതാണ് അരണ. എന്താണ്? അരണ. അരണയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, നമ്മുടെ ചുറ്റുപാടും അല്ലേ, മരത്തിലും മതിലിലൊക്കെ നമുക്ക് കാണാൻ കഴിയില്ലേ? നീണ്ട വാലുള്ള ഒരു അരണ. അരണ എന്ന് എഴുതുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ്? ആ. ഏതാണ്? ആ. ആ ര ണ. എന്താ വായിക്ക? അരണ. ഇതേതക്ഷരമാണ്? ആ എന്നുള്ള അക്ഷരം. ഏതാണ്? ആ എന്നുള്ള അക്ഷരം. ആ അരണ. എന്താ വായിക്ക? ആ അരണ. കണ്ടോ, മഞ്ഞ കളറിൽ ലൈനൊക്കെ ഉള്ള ഒരു അരണയെ കണ്ടോ നിങ്ങള്? കണ്ടോ? നിങ്ങൾ അരണയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളെ പേരൻസിനോട് കാണിച്ചു തരാൻ പറയണം കേട്ടോ. അരണ. ഇതെന്താണ്? അരണ. അരണ. ഈ നീല കളറിലുള്ള അക്ഷരം ഏതാണ്? ആ. ഏതാണ്? ആ. ആ അരണ. അരണ. ഈ അക്ഷരം എടുത്ത അരണ എന്ന് വായിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഈ അക്ഷരം അവിടെ വെച്ച് കൊടുത്താലാണ് അരണ എന്ന് വായിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ രണ എന്നാണ് വായിക്ക. ഇത് വെച്ച് കൊടുത്താൽ എന്താ വായിക്ക? അരണ. എന്താണ്? അരണ. 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 എൻ്റെ കൂടെ വായിച്ചേ, ആ അരണ. ആ അരണ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താ? ആ, അരിയാണല്ലേ? നമ്മൾ ചോറൊക്കെ വെച്ച് കഴിക്കുന്ന അരി അല്ലേ? എന്താണിത്? അരി. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? അരി എന്ന് പറയുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ്? ആ. അരി എന്ന് പറയുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ്?
ആ ആ രീ നമുക്ക് ഇനി ഫുള്ളായിട്ട് എഴുതണ്ടേ? അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം വെച്ച് നോക്കട്ടോ. ഇപ്പൊ ആ എന്നുള്ള അക്ഷരം മാത്രമേ ഉള്ളൂ. രാ ഈ ചിഹ്നം വെച്ച് കൊടുത്താല് രീ എന്നായി. ഇപ്പൊ എന്താ വായിക്ക? അരി. ആ അരി. എന്താ വായിക്ക? ആ അരി. ഇതെന്താണ്? അരി. ആ രി അരി. ഈ നീല കളറിലുള്ള അക്ഷരം ഏതാണ്? ആ. ഏതാണ്? ആ. ഈ ആ ഇവിടെ വെച്ച് കൊടുത്താലാണ് അരി എന്ന് വായിക്കുക അല്ലെ. എന്താണ്? അരി. ആ അരി. എന്താ വായിക്ക? ആ അരി. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്തിന്റെ ചിത്രമാണ്? ആ ഇതൊരു അപ്പത്തിന്റെ ചിത്രാണല്ലേ. എന്തപ്പാണിത്? നെയ്യപ്പം അല്ലേ. നെയ്യപ്പമുണ്ട്, കുഴിയപ്പമുണ്ട്, പിന്നെയോ അങ്ങനെ പലതരത്തിലുള്ള അപ്പങ്ങളുണ്ട് അല്ലേ. കലത്തപ്പമുണ്ട്. ഇവിടെ ഏതപ്പാണ്? നെയ്യപ്പം അല്ലേ. അപ്പൊ ഇതെന്താണ്? അപ്പം. എന്താണ്? അപ്പം. ഇതെന്താണ്? അപ്പം. അപ്പൊ അപ്പം എന്ന് എഴുതുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ്? ആ. ഏതാണ്? ആ. അപ്പം. ഇതെന്താണ്? അപ്പം. അപ്പം എന്ന് എഴുതുന്നതിനുള്ള ആദ്യത്തെ ആ എന്നുള്ള അക്ഷരം ഇവിടെയുണ്ട്. ഇനി ഏതക്ഷര വേണ്ടത്? പം എന്നുള്ള അക്ഷരാണല്ലേ വേണ്ടത്. ആ പ അപ്പം. ഇപ്പൊ എന്താ വായിക്ക? അപ്പം. എന്താ വായിക്ക? അപ്പം. ആ പം. അപ്പം. ഇതെന്താണ്? അപ്പം അല്ലേ. ആ അപ്പം. ആ അപ്പം. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് കാണാതെ പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ആ അമ്മ. ആ അച്ഛൻ. ആ അണ്ണാൻ. ആ അരണ. ആ അരി. ആ അപ്പം. ഇത് മാത്രല്ല കേട്ടോ, ആ ഉപയോഗിച്ചുള്ള ഒരുപാട് വസ്തുക്കള് നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയും. നിങ്ങളെ പേരൻസിനോട് ചോദിച്ചിട്ട് ഏതൊക്കെയാന്ന് മനസ്സിലാക്കണം കേട്ടോ. കണ്ടോ, ആ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകളാണ് ഇതൊക്കെ. കണ്ടോ, ആ അമ്മ, ആ അച്ഛൻ, ആ അണ്ണാൻ, ആ അരി, ആ അരണ, ആ അപ്പം. ഇതിൻ്റെ ഒക്കെ ആദ്യ അക്ഷരം ഏതാണ്? ആ എന്നുള്ള അക്ഷരമാണ് അല്ലേ. ആ ആന്നെങ്ങനെ എഴുതുക? ദാ ഒരു പകുതി റാ വരയ്ക്കുക, പിന്നെ ഒരു 3 ഇടുക, ഉള്ളിലൂടെ പോയി താഴോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് പോയി റാ എഴുതുക, ഉള്ളിലൊരു വട്ടിട്ടാൽ എന്തായി? ആ എന്നുള്ള അക്ഷരമായില്ലേ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഞാൻ ഒരുപാട് മലയാള അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മലയാള അക്ഷരം ഇത് ആ എന്നുള്ള അക്ഷരമാണോ? അല്ല, ഇത് നമ്മൾ പഠിക്കാത്ത ഏതോ ഒരു അക്ഷരമാണ് അല്ലേ. ഇത് ആ എന്നുള്ള അക്ഷരമാണോ? അല്ല, ഇത് ആ എന്നുള്ള അക്ഷരമല്ല. ഇത് ആ എന്നുള്ള അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച ആ എന്നുള്ള അക്ഷരമാണ് അല്ലേ. ഇത് ആ എന്നുള്ള അക്ഷരമാണോ? ആ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച ആ എന്നുള്ള അക്ഷരമാണ്. ഇത് ആ എന്നുള്ള അക്ഷരമാണോ? അല്ല, ഇത് നമ്മൾ പഠിക്കാത്ത ഒരക്ഷരമാണല്ലേ. ഇത് ആ എന്നുള്ള അക്ഷരമാണോ? അല്ല, ഇത് നമ്മൾ പഠിക്കാത്ത വേറെ ഏതോ ഒരക്ഷരമാണ് അല്ലേ. ഇത് ആ എന്നുള്ള അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച ആ എന്നുള്ള അക്ഷരമാണ്. ഇതാ ഒരു ആ, 2, 3 അല്ലേ. ഇവിടെ എത്ര ആ എന്നുള്ള അക്ഷരമുണ്ട്? 3. 1, 2, 3. ഇനി ആ എന്നുള്ള അക്ഷരം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയൂലേ? ആ എന്ന് നമ്മൾ ആ എന്നുള്ള അക്ഷരം പഠിച്ചുല്ലേ. ഇനി നമുക്ക് ആ എന്നുള്ള അക്ഷരം എഴുതി പഠിക്കാം. ദാ നോട്ട് ബുക്ക് എങ്ങനെയാ പിടിക്കേണ്ടത്? ഇങ്ങനെയാണ് അല്ലേ നോട്ട് ബുക്ക് പിടിക്കേണ്ടത്. ദാ ഇവിടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ആ ലൈന് നമ്മുടെ നെഞ്ചോട് ചേർന്ന് വരണം അല്ലേ.
ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. ആദ്യം റാ എന്നുള്ള അക്ഷരം മുഴുവനായി എഴുതരുത്, തുടങ്ങി വെക്കുക. എന്നിട്ട് 3 എന്നുള്ള നമ്പർ എഴുതുക. എന്നിട്ട് ഉള്ളിലൂടെ പോയി താഴോട്ട് വരിക. വീണ്ടും റാ എഴുതുക. എന്നിട്ട് ഉള്ളിലൊരു വട്ടിട്ടാൽ എന്തായി? ആ എന്നുള്ള അക്ഷരമായി. ഇങ്ങനെയാണ്. ആദ്യം റാ എന്നുള്ള അക്ഷരം മുഴുവനായി എഴുതരുത്. എന്നിട്ട് 3 എഴുതുക. എന്നിട്ട് ഉള്ളിലൂടെ പോയി താഴോട്ട് വരിക. എന്നിട്ട് വീണ്ടും ആ വരയിലൂടെ മുകളിലോട്ട് പോയി ഒരു റാ എഴുതുക. എന്നിട്ട് ഉള്ളിലൊരു വട്ടമിടുക. ഈ അക്ഷരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് രാ എന്നുള്ള അക്ഷരമാണ്. രാ എന്നുള്ള അക്ഷരം ഇത് മാത്രം കേട്ടോ, ഈ ഭാഗം മാത്രം. ഇങ്ങനെയാണ് ആ എന്ന് എഴുതുക. മുകളിലോട്ട് പോയി റാ ഒരു പകുതി റാ വരയ്ക്കുക. എന്നിട്ട് 3 എഴുതുക. ഉള്ളിലൂടെ പോയി താഴോട്ട് വരിക. എന്നിട്ട് വീണ്ടും റാ വരച്ച് ഉള്ളിലൊരു വട്ടിട്ടാൽ ആ എന്നുള്ള അക്ഷരമായി. ഇങ്ങനെയാണ് റാ എന്ന് എഴുതുക. റാ ഫുള്ളായി എഴുതരുത്. എന്നിട്ട് 3 എഴുതുക. ഉള്ളിലൂടെ പോയി താഴോട്ട് വരിക. വീണ്ടും ആ വരയിലൂടെ പോയി റാ എഴുതിയിട്ട് ഉള്ളിലൊരു വട്ടമിട്ടാൽ ആ എന്നുള്ള അക്ഷരമായി. എങ്ങനെയാണ്? ആദ്യം റാ എഴുതുക. റാ മുഴുവനായി എഴുതരുത്, ഇത്രയും ഭാഗം എഴുതുക. എന്നിട്ട് 3 എഴുതുക. എന്നിട്ട് ഉള്ളിലൂടെ പോയി വീണ്ടും താഴോട്ട് വരിക. ആ വരയിലൂടെ വീണ്ടും മുകളിലോട്ട് പോയി റാ എഴുതുക. എന്നിട്ട് ഇവിടെ ഒരു വട്ടിട്ടാൽ ആ എന്നുള്ള അക്ഷരമായി. താഴെ നിന്ന് തുടങ്ങി വലത്തോട്ട് പോയി 3 ഇടുക. എന്നിട്ട് ഉള്ളിലോട്ട് പോയി വീണ്ടും താഴോട്ട് വരിക. വീണ്ടും മുകളിലോട്ട് പോയി റാ എഴുതുക. ഉള്ളിലൊരു വട്ടമിട്ടാൽ ആ എന്നുള്ള അക്ഷരമായി. റാ എഴുതി തുടങ്ങുക. എന്നിട്ട് 3 എഴുതുക. ഉള്ളിലോട്ട് പോയി മുകളിലോട്ട് വന്ന് വീണ്ടും താഴോട്ട് വരിക. വീണ്ടും മുകളിലോട്ട് പോയി റാ എഴുതുക. എന്നിട്ട് ഇവിടെ ഒരു വട്ടമിട്ടാൽ ആ എന്നുള്ള അക്ഷരമായി. അല്ലേ? എന്താണ്? ആ. മറന്നു പോകുമോ? മറന്നു പോകരുത്. ആ. എന്താണ് ഈ അക്ഷരം? ആ. ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. റാ എഴുതി തുടങ്ങുക. മുഴുവനായി എഴുതരുത്. 3 എഴുതുക. ഉള്ളിലൂടെ പോയി പുറത്തേക്ക് വരിക. വീണ്ടും ആ വരയിലൂടെ മുകളിലോട്ട് പോയി റാ എഴുതുക. ഒരു വട്ടമിട്ടാൽ ആ എന്നുള്ള അക്ഷരമായി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വേറൊരു അക്ഷരവുമായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.